നമസ്കാരം. ധനുസ് സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2017 LDC ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യാമെന്ന് പറയുമ്പോൾ എത്ര മാർക്ക് നമുക്ക് കിട്ടുമെന്നുള്ളത് ഒരു ധാരണ എത്താൻ പറ്റും. അതനുസരിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം. മാർക്കിൻ്റെ കുറവും കൂടുതലും അനുസരിച്ച് നമുക്ക് പഠിത്തം വിപുലമാക്കുകയോ ആവറേജാക്കി പോകുകയോ ഒന്നുകൂടി വിപുലമാക്കാൻ നമുക്ക് സാധിക്കും. ഏത് ഭാഗമാണ് മോശം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അവിടെ കൂടി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യുക, വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? തോവാള, അഗസ്തീശ്വരം, ഹോസ്ദുർഗ്, വിളവൻകോട്. ആൻസർ ഇവിടെ ഹോസ്ദുർഗാണ്. ആൻസർ ഇവിടെ എന്താണ്? ഹോസ്ദുർഗാണ് ആൻസർ. ഹോസ്ദുർഗ് അല്ലേ. സംസ്ഥാനം രൂപീകരണ സമയത്ത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്ത താലൂക്കുകൾ ഏതൊക്കെയായിരുന്നു? സംസ്ഥാന രൂപീകരണ സമയത്ത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്ത താലൂക്ക് ഏതൊക്കെയായിരുന്നു? ഹോസ്ദുർഗും കാസർഗോഡും കൂടി ഉണ്ടല്ലേ. കാസർഗോഡും കൂടി ആയിരുന്നു. കാസർഗോഡും കൂടി ഉണ്ടായിരുന്നു അല്ലേ. ഒക്കെ കൺഫ്യൂഷൻ ആക്കണ്ട. നെക്സ്റ്റ് വൺ. ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ദ ക്രോണിക്കൽ, ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ആൻസർ എന്താണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ആൻസർ. ആൻസർ ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ആൻസർ വരിക. അതായത് ഫിനാൻഷ്യൽ എക്സ്പ്രസ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം എത്രയാണ്? അത് നമുക്ക് നോക്കി വെക്കാം. 1961. ഫിനാൻഷ്യൽ എക്സ്പ്രസ് 61-ലാണ്. ഇന്ത്യയിലകത്തെ ഇൻ്റർനെറ്റ് പത്രമാണിത്. ഫിനാൻഷ്യൽ. നെറ്റ് വഴി നമുക്ക് ഫിനാൻസ് വഴി ഉണ്ടാക്കുന്നില്ലേ ഇൻ്റർനെറ്റ് പത്രം. ഫിനാൻഷ്യൽ എക്സ്പ്രസ് 1961. നെറ്റ് വഴി ഫിനാൻസ്. ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ് 1961 അല്ലേ. ഇനി ഇത് ഇന്ത്യയിലെയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതായിരുന്നു? ദീപികയായിരുന്നു. ദീപിക. ഓക്കെ അല്ലേ. ദീപികയാണ് കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം. നമുക്കിവിടെ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ്. അടുത്തത്, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ഏത്? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ഏത്? ദ്വീപസമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ. ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന ആ കൂട്ടം. ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന ആ കൂട്ടമാണ് ഇത്. ഉൾക്കടൽ ഏതാണ്? ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാറാണ്. ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാറാണ്. നിക്കോബാറാണ് ഉൾക്കടലിൽ കാണപ്പെടുന്ന ദ്വീപസമൂഹം എന്ന് ഓർത്തിരിക്കുക. ഇനി എന്നാൽ നിൽക്കട്ടെ, ലക്ഷദ്വീപില്ലേ, അതെവിടെ കാണുക? ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇവിടെ കാണുക. അതൊന്ന് ഓർത്തിരിക്കുക. സമയത്ത് എന്താണ്? അറബിക്കടലിലാണ് ലക്ഷദ്വീപ് കാണുക. ലക്ഷങ്ങളുണ്ട് അവിടെ. അറബിക്കടലിലാണ് എന്ത് കാണുക? ലക്ഷദ്വീപ്. അറബിക്കടലിൽ കാണപ്പെടുന്ന ദ്വീപസമൂഹമാണെന്ത്? ലക്ഷദ്വീപ്. അറബിക്കടൽ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിൽ ആരുമാണുള്ളത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുമാണുള്ളത്. അറബിക്കടലിൽ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിൽ ആരാണുള്ളത്? ആൻഡമാൻ നിക്കോബറും. ഉൾക്കടലിൽ നിക്കോബറും ലക്ഷദ്വീപ് എവിടെയാണ്? അറബിക്കടലിലുമാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നു, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ് സംഭവിച്ചത്? 14 2005 2006 2010. ഏത് വർഷമാണ്? 2006 വർഷം. 2006. ഓപ്ഷൻ സി ആണ്. 2006 വർഷം അല്ലേ. എന്നാണ് നിയമം പാസ്സാക്കപ്പെട്ടത്? ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസ്സാക്കിയതെന്നാണ്? 2005 സെപ്റ്റംബർ 13. 2005 സെപ്റ്റംബർ
13-നാണ്. മനസ്സിലായോ? ഇനിയും ഇവിടെ നിലവിൽ വന്നതെന്നാണ് 2006 ഒക്ടോബർ 26-നാണ്. ഓക്കെ, നിലവിൽ വന്ന വർഷമാണിത് 2006 ഒക്ടോബർ 2006 ഒക്ടോബർ 26. ഇനി അത് പാസ്സാക്കിയതെന്നാണ് 2005-ലാണ് പാസ്സാക്കുന്നത്. 2005 സെപ്റ്റംബർ 13. 5 5-ഉം 2 അല്ലേ, 5 - 2 3. 2005 സെപ്റ്റംബർ 13. ഓക്കെ, പാസ്സാക്കിയതെന്ന് നിലവിൽ വന്നതെന്നാണ് 2006 ഒക്ടോബർ 26-ആണ്. ഓക്കെ അല്ലേ? ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസ്സാക്കിയ വർഷം, നിലവിൽ വന്ന വർഷം 2006 ഒക്ടോബർ 26. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലേ, ജമ്മു കാശ്മീർ. 17 കാലത്താണിത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തതാരാണ്? വൈക്കം സത്യാഗ്രഹത്തിൽ ഉള്ള അതിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തതാരാണ്? കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ, KP കേശവമേനോൻ. ആരാണ് വരുന്നത്? KP കേശവമേനോൻ അല്ലേ? ഇവിടുത്തെ ആൻസർ എന്താണ്? KP കേശവമേനോൻ. KP കേശവമേനോൻ വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യ ദിവസം സത്യാഗ്രഹികളിൽ പെടാത്തത് അല്ലേ. ഒരു 3 പേരുമുണ്ട്. പെടാത്തത് ആരാണ്? KP കേശവമേനോനാണ്. KP കേശവമേനോൻ അല്ലേ. സത്യാഗ്രഹം ആരംഭിക്കുന്നത് എന്നാണ്? വൈക്കം എന്നായിരുന്നു? 1924 മാർച്ച് 30-ആണ്. 24 മാർച്ച് 30. ഇതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കറണ്ട് അഫെയർ വരുന്നതാണ്. അതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികമാണ് 24 ആഘോഷിക്കുക എന്നുള്ളത് അല്ലേ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഖേത്രി എവിടെയാണ്? രാജസ്ഥാൻ. ഖേത്രി രാജസ്ഥാനിലാണ്. ഖേയും രായും. ഖേത്രി എവിടെയാണ്? ചെമ്പ് ഖനി എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഖേത്രി ചെമ്പ് ഖനി രാജസ്ഥാൻ. രായുടെ 6 അല്ലേ, ഖേത്രിയുടെ ആ ഒരു ഭാഗവും ഓർക്കാം, രാജസ്ഥാൻ എന്ന് ഓർക്കാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് വരുന്നത് 63-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം. 63-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം. ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അതായത് ചോദ്യമാണ്. ആൻസർ കൊടുത്ത് എന്താ വരിക? ഗുജറാത്താണ്. 63-ാമതാണ് അല്ലേ. 63-ാമതാണ്. ഇപ്പോൾ 23-ലെ ഏതാണ്? 23-ലെ ദേശീയ അവാർഡ് എത്രാമത്തെയാണ്? 69-ആണ് അല്ലേ. 69-ആണ് 2023-ലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൊടുത്തത് അല്ലേ. അതിലാരൊക്കെയാണ്? ആലിയ ഭട്ട് അല്ലേ. ആലിയ ഭട്ടുണ്ട്, അല്ലു അർജുനും ഒക്കെയുള്ള ആ ടീം. 2023 ഏതാണ്? 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ആർക്കൊക്കെയാണത്? ആലിയ ഭട്ട്, റോക്കട്രി, അങ്ങനെ വരുന്ന അല്ലു അർജുൻ ഓർത്തിരിക്കാമല്ലോ. ആലിയ ഭട്ടും അല്ലു അർജുനും ഓർത്തിരിക്കുക. അത് 69-ാമത്തെയാണ് അല്ലേ. ഇനി നോക്കുക, ഏതാണ് അടുത്തത്? 2015-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ ഏതാണ്? ഫേമസ് ആയിരുന്നു. നോവൽ ഏതാണ്? 15-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ അല്ലേ. മീര ഓർക്കുക നമ്മൾ ആരാച്ചാർ, ആ നോവൽ വേഗം ഓർമ്മ വരും. ഇനി ഇയറാണ് ഓർക്കേണ്ടത് അല്ലേ. 15-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് ആരാച്ചാർ വരുന്നത്. ഇവിടെ 2023-ലെ അല്ലേ ഇപ്പോഴുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് പ്രഖ്യാപിച്ചത്? ആർക്കാണ്? PK രാധാമണി അല്ലേ. ഓർക്കുന്നുണ്ടോ? PK രാധാമണി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആർക്കാണ്?
കെ രാധാമണി അല്ലേ, പി കെ രാധാമണി. പുസ്തകം ഏതാണ്? പി കെ രാധ 23-ലെയാണ് കേട്ടോ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അല്ലേ ആർക്കാണ്? പി കെ രാധാമണി. രാധാമണിക്കാണ് 23-ലെ 6-3 രാധാമണിക്കാണല്ലേ. പുസ്തകം എന്താണ്? അമൃതാപ്രീതം. ഏതാണ് പുസ്തകം? അക്ഷരങ്ങളുടെ നിഴലിൽ. അക്ഷരങ്ങളുടെ നിഴലിൽ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അക്ഷരങ്ങളുടെ നിഴലിൽ. അക്ഷരങ്ങളുടെ നിഴലിൽ. അപ്പോൾ 2023-ലെ ആരാണ്? പി കെ രാധാമണി. പി കെ 23-ൽ പി കെ രാധാമണിക്കാണ്. പി കെ ആറിനാണ് അല്ലേ. രാധാമണി അക്ഷരങ്ങളുടെ ലോകത്താണവർ അല്ലേ, അക്ഷരങ്ങളുടെ നിഴലിലാണവർ. ഓക്കെ. നെക്സ്റ്റ് വൺ, ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത്. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണത്? പേഷ്യ, സുമന്ത്, അമാത്യൻ, സജീവൻ എന്നാണ് അറിയപ്പെടുന്നത്. പേഷ്യ എന്നാണ്. അഷ്ടപ്രധാൻ, ശിവജി അഷ്ടപ്രധാൻ പേഷ്യ അല്ലേ. അഷ്ടപ്രധാനിലെ മന്ത്രിമാർ ആരൊക്കെയാണെന്നറിയായിരുന്നോ? പ്രധാനമന്ത്രി പേഷ്യയാണ് അല്ലേ. പ്രധാനമന്ത്രി അറിയപ്പെട്ടത് പേഷ്യ എന്നാണ്. ബാക്കിയുള്ള ആൾക്കാരോ? സുമന്തെന്നും അമാത്യനെന്നും അല്ലേ, സജീവനെന്നും പണ്ഡിത് റാവു. ഇവിടെ പറയുന്ന ഈ സുമന്ത് എന്ന് പറയുന്ന ആരാണ്? അവിടുത്തെ വിദേശകാര്യ ആൾക്കാരാണ് അല്ലേ, വിദേശകാര്യ ആൾക്കാർ. സജീവനോ? അമാത്യൻ അല്ലേ. സജീവൻ എന്ന് പറയുമ്പോൾ രാജകീയ കത്തിടപാട് കൊടുക്കുന്ന ആളായിരുന്നു. അമാത്യൻ ആരാണ്? ധനകാര്യം ചെയ്യുന്നത്. അപ്പം ഇവിടെ എല്ലാം ഉണ്ട്. അമാത്യൻ ധനകാര്യം ചെയ്യാത്ത ആളാണ്. സുമന്ത് എന്ന് പറയുമ്പോൾ അതാരാണ്? സുമന്ത് വിദേശകാര്യം. സുമന്ത് വിദേശകാര്യം. സജീവൻ എന്ന് പറഞ്ഞാൽ കത്തിടപാട് കൊടുക്കും. സജീവൻ കത്തിടപാട് കൊടുത്തേക്കുന്നവർ. ഇവിടെ എന്താണ്? പ്രധാനമന്ത്രി ശരിക്കും പറയുന്നത് പേഷ്യ അല്ലേ. പേഷ്യ ബാജി അല്ലേ. പേഷ്യ ആൾക്കാർ. പേർഷ്യ പ്രധാനപ്പെട്ടത്. പേർഷ്യ. അപ്പോൾ അഷ്ടപ്രധാനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? പേഷ്യ. ശിവജിയുടെ ഭരണത്തിൽ സഹായിച്ചിരുന്നത് അഷ്ടപ്രധാൻ അല്ലേ. അവിടെ സമിതിയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? പേഷ്യ. ഇനി ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടേതാണത്? നന്ദലാൽ ബോസ്. ആരാണത്? നന്ദലാൽ ബോസ് അല്ലേ. അദ്ദേഹത്തിൻ്റെ വേറൊരു പേരെന്താണ്? ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ്? നന്ദലാൽ ബോസാണ്. ചിത്രകലയുടെ പിതാവ് ആരാണ്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ, ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. ഇനി ഹിതകാരിണി സമാജം സ്ഥാപിച്ച ആരാണ്? ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ് അല്ലേ? അദ്ദേഹത്തിനെ അറിയാമെന്ന് വിശ്വസിക്കുന്ന ആരാണത്? ഹിതകാരിണി സമാജം ആരാണ്? ഹിതകാരിണി വീരേശലിംഗം. ഹിതം ലിംഗം. ഹിതകാരിണി വീരേശലിംഗം. ഹിതകാരിണി ആരാണ്? വീരേശലിംഗം അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സമാജത്തിൻ്റെ ദക്ഷിണേന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തത് ആരാണ്? വീരേശലിംഗം പന്തലുവാണ്. പ്രാർത്ഥന സമാജത്തിൻ്റെ ദക്ഷിണേന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത ആരാണ്? വീരേശലിംഗം പന്തലുവാണ്. ഓക്കെ അല്ലേ. ഹിതകാരിണി സമാജം അപ്പോൾ ആരാണ്? വീരേശലിംഗമാണ്. ഹിതകാരിണി സമാജം ആരാണ്? വീരേശലിംഗം അല്ലേ. ഹിതകാരിണി വീരേശലിംഗം. നെക്സ്റ്റ്, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? കഴ്സൺ പ്രഭു, വാറൻ ഹേസ്റ്റിങ്സ്, വില്യം ബെൻഡിക് പ്രഭു, മെക്കാളെ പ്രഭു. ഇതാര് പറഞ്ഞു അല്ലേ? ആർക്കങ്ങനെയൊക്കെ പറയാൻ പറ്റും എന്നാലോചിക്കാം. ആരാണ് പറഞ്ഞത്? മെക്കാളെ പ്രഭു. ആരാണിത്? മെക്കാളെ പ്രഭുവാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനാണ് അല്ലേ. അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ ഉണ്ടാക്കി വെക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ബുദ്ധിയാണ് പറഞ്ഞത് അല്ലേ. അദ്ദേഹം എന്ത് പറഞ്ഞു? മെക്കാളെ പ്രഭു അല്ലേ. നല്ലതാണ് പറഞ്ഞത് മെക്കാളെ പ്രഭു. കുറേ കോട്ടിങ്സുകളൊക്കെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം. താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം ഏതാണ്? താഷ്കൻഡ് കരാർ. താഷ്കൻഡ് 66.
താഷ്കൻഡ് കരാർ 66, താഷ് 66, താഷ്കൻഡ് കരാർ 66 ഒപ്പിട്ടത്. വർഷം അല്ലേ 66, ഡേറ്റോ ജനുവരി 10, ജനുവരി 10 ഡേറ്റ്. നെക്സ്റ്റ് നോക്കാം. ആങ് സാങ് സുകി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി. ആങ് സാങ് സുകി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. ആങ് സാങ് സുകി, ആങ് സാങ് സുകി ഏതാണ്? നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. അടുത്തത്, ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന്? ഇസ്രയേലാണ്. പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വന്നു? ഇസ്രയേൽ വന്നിരുന്നു. ഇസ്രയേലാണ് വന്നത്. ഇനി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ ആരാണ് അവിടെ വന്നേക്കുന്നത്? മണിയാറാണ് അല്ലേ? മണിയാറാണ്. സ്വകാര്യ മേഖലയിൽ മണിയാറാണ് വന്നേക്കുന്നത്. സ്വകാര്യ മേഖലയിൽ മണിയാറാണ് വന്നിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ വന്നിട്ടുള്ള ആ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. മണിയാറാണ് ആദ്യത്തേത് അല്ലേ? മണിയാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിയാർ പദ്ധതി എവിടെയാണുള്ളത്? ഏത് ജില്ലയാണ്? പത്തനംതിട്ട. ഓർത്തിരിക്കുക, പത്തനംതിട്ടയാണ് ജില്ല. പത്തനംതിട്ടയാണ് ജില്ല. നെക്സ്റ്റ് വൺ, വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം എന്താണ് അല്ലേ? ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 17. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം എന്തായിരുന്നു? എന്ത് സംവിധാനമാണ് വന്നത്? ജനഹിത പരിശോധന. ജനഹിത പരിശോധന. നെക്സ്റ്റ്, പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ്? പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അനുമതി കൊടുക്കുന്ന ആരാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് അനുമതി കൊടുക്കുന്ന അനുമതി ആരാണ്? നായിലാണ് വരുന്നത് അല്ലേ? അനുമതി ആരാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അനുമതി കൊടുക്കുന്ന ആരാണ്? ബാക്കിയൊക്കെ അറിയാമായിരിക്കും അല്ലേ? എന്നാൽ അനുമതി കൊടുക്കുന്ന ആരാണ്? 1, 2, 3, 4 ഒക്കെ എല്ലാ പദ്ധതിയും നമുക്ക് അറിയാം അല്ലേ? KN രാജ് അങ്ങനെ വന്ന് എല്ലാം അറിയാം. പക്ഷേങ്കിൽ അനുമതി കൊടുക്കുന്ന ആരാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് അല്ലേ? ഇനി നമ്മൾ കടമെടുത്ത എവിടെ നിന്നാണ്? പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്ത എവിടെ നിന്ന്? ഇന്ത്യ കടമെടുത്ത രാജ്യമുണ്ട്. അവിടെ നിന്നായിരുന്നു അത്? USSR അല്ലേ? അത് എളുപ്പം പഠിക്കാം. എവിടെ നിന്നാണിത്? USSR അല്ലേ? പഞ്ചവത്സര പദ്ധതി ആയതുകൊണ്ട് നമുക്ക് പറയാം USSR. നീളമുണ്ടല്ല. പഞ്ചവത്സര പദ്ധതി USSR. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? ലക്കഡവാല കമ്മിറ്റി, കുമരപ്പ കമ്മിറ്റി, മൽഹോത്ര കമ്മിറ്റി, രാജ ചെല്ലയ്യ കമ്മിറ്റി. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് വരുന്നത്? മൽഹോത്ര കമ്മിറ്റി. സ്വകാര്യവൽക്കരണം അല്ലേ? സ്വകാര്യവൽക്കരണം ഏതാണ്? മൽഹോത്ര കമ്മിറ്റി. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യമ മൽഹോത്ര അല്ലേ? സ്വകാര്യവൽക്കരണം മൽഹോത്ര. സ്വകാര്യവൽക്കരിച്ചത് മൽഹോത്ര കമ്മിറ്റിയാണ്. ഇൻഷുറൻസ് മേഖല വത്കരിച്ചത് മൽഹോത്രയാണ്. ഓക്കെ, വൽക്കരിച്ചത് മൽഹോത്ര കമ്മിറ്റിയാണ്. ഈ എന്താ പറയുക, നേരത്തുള്ള കമ്മീഷൻ കുറേ പേരല്ലേ? കുമരപ്പ എന്ന് പറയുമ്പോൾ എന്താ റെയർ ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. കുമരപ്പ എന്താണത്? കുമരപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപരിഷ്കരണമാണ് അല്ലേ? ഭൂപരിഷ്കരണമാണ് കുമരപ്പ. ഭൂപരിഷ്കരണമാണ്. ലക്കഡവാലയൊക്കെ എന്താണ്? ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതാണ് ലക്കഡവാല അല്ലേ? ദാരിദ്ര്യ നിർണ്ണയമാണ് ലക്കഡവാല. നെക്സ്റ്റ്, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. തിരുവനന്തപുരം അല്ലേ? ട്രിവാൻഡ്രത്ത്
വർക്കലയിൽ, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് വർക്കല. നിക്ഷേപം എന്താ ഉള്ളത്? ലിഗ്നൈറ്റ് ആണ്. വർക്കലയിൽ എന്താണ്? ലിഗ്നൈറ്റ് ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ഏത്? നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാണ്? കോസി പദ്ധതിയാണ്. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം എന്താണ്? കോസി പദ്ധതി. നേപ്പാൾ ഇന്ത്യയും കൂടെ ചേർന്നാൽ കോസിയാണ് ഉണ്ടാവുക അല്ലേ? കോസിയാണ് ഉണ്ടാവുക. നേപ്പാൾ ഇന്ത്യയും ചേർന്നാൽ കോസിയാണ്. നേപ്പാൾ ഇന്ത്യയും ചേർന്നാൽ അല്ലേ കോസി. നീ കോസി അല്ലേ? നെയ് കോസി എന്ന് വരും. നീ കോസി. നേപ്പാൾ ഇന്ത്യയും കോസി പദ്ധതി. നെക്സ്റ്റ് വരുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ പ്രദേശം ഏതാണ്? ഏതാണ് ഇവിടെ? മണിപ്പൂരാണ് പ്രദേശം. ഏതാണ്? മണിപ്പൂരാണ് പ്രദേശം. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ പേരിൽ നടത്തിയ മണിപ്പൂരാണ് പ്രദേശം കേട്ടോ. ഇനി ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ യൂണിയനോട് ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ആ കിടക്കുന്ന 3 പേരല്ലേ? ഏതൊക്കെയാണ്? കാശ്മീറും ജുനഗഡും ഹൈദരാബാദും അവർക്ക് ചേരാൻ വലിയ മടിയായിരുന്നു. നെക്സ്റ്റ്, ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ്. ഏത് പദ്ധതിയാണിത്? ബോംബെ പദ്ധതി അല്ലേ? ബോംബെക്കാരെല്ലാം കൂടി ചേർന്ന് അല്ലേ? ബോംബെയിലെ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി ഏതാണിത്? ബോംബെ പദ്ധതി. പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? ബോംബെ പദ്ധതി അല്ലേ? ബോംബെ പദ്ധതി. നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ആർദേശ്വർ ദലാൽ എന്ന് പറയും അല്ലേ? വർഷം എന്നാണ്? ബോംബെ പ്ലാൻ അവതരിപ്പിച്ച വർഷം അത് ഓർത്തിരിക്കുക. 1944 അല്ലേ? അന്ന് ഓർക്കാൻ പാടുണ്ടോ? 47 മുൻപ് 44. ഇവിടെ ഒരു മലയാളിയുണ്ട് അല്ലേ? വളരെ പ്രസിദ്ധനാണ്. ബോംബെ പ്ലാനിങ്ങിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി അല്ലേ? അതായത് ഈ 47 മുൻപെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വളരെ ഓർത്തിരിക്കേണ്ടത് ജോൺ മത്തായി. നമ്മുടെ ഭരണകാര്യത്തിലൊക്കെ ഉണ്ട് ജോൺ മത്തായി. ബോംബെ പ്ലാൻ വ്യവസായികളുണ്ട്. അവരെന്ത് ചെയ്തു? ബോംബെ പദ്ധതി പ്രവർത്തിച്ചു. 44ആണത് അല്ലേ? അതിൻ്റെ കൂടെ വന്ന മലയാളി ആരാണ്? അവിടെ മലയാളി ഉണ്ടല്ലേ? ജോൺ മത്തായി. ഇനി നോക്കുക, കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? 860 ആണ് ഇവിടുത്തെ ആൻസർ. 17 അല്ലേ? കുറച്ച് ഡിഫറൻസ് ഒക്കെ നമുക്ക് നോക്കാം അതിനകത്ത് വേറെന്താണെന്നുള്ളത്. നെക്സ്റ്റ് വൺ, IFC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? IFC കോഡിന് ഡിജിറ്റ് എത്രയാണ് അല്ലേ? അത് ശരിക്കും ഡിലീറ്റ് ആക്കി ക്വസ്റ്റ്യൻസ് അല്ലേ? ഡിലീറ്റ് ആക്കി. പാസ്പോർട്ട് ഡിജിറ്റൊക്കെ എത്ര നമുക്കറിയാം. പാസ്പോർട്ടിലാണ് 8 എന്ന് പറയുന്നത്. പാസ്പോർട്ടിലേക്ക് 8ആണ്. ആധാർ കാർഡിൽ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം അല്ലേ? പാസ്പോർട്ടിൽ 8ലും ആധാർ കാർഡിൽ 12. ആധാർ കാർഡിൽ 12 അല്ലേ? പാൻ കാർഡിലോ 10 എണ്ണം. ഇവിടെ പാൻ കാർഡിൽ 10. നമ്മുടെ പാൻ കാർഡില്ലേ 50 എമൗണ്ട് കൂടുതൽ വെക്കുമ്പോൾ 50 അല്ലേ 1000 കൂടുതലുണ്ട് പാൻ കാർഡൊക്കെ നിർബന്ധമെന്ന് പറയും. പാവങ്ങൾക്കൊക്കെ ഇവിടെ പാൻ കാർഡ് ഇപ്പോൾ എല്ലാം എന്താണ് പാൻ കാർഡ് എല്ലാവർക്കും നിർബന്ധമാക്കി. സോ 10 ഡിജിറ്റ് ഉണ്ട് അവിടെ. ആധാർ കാർഡ് 12 നമുക്ക് അറിയാം. വല്ലപ്പോഴൊക്കെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടും. എത്രയാണ്? 12 നമ്പർ. 12A ആധാർ അല്ലേ? പാസ്പോർട്ടിൽ 8 എണ്ണം. നെക്സ്റ്റ് നോക്കാം, കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. കേരള നിയമസഭയിൽ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അല്ലേ? അന്ന് ജോൺ ഫെർണാണ്ടസ് ആയിരുന്നു ആൻസർ. ഇപ്പോൾ ഇതൊക്കെ മാറിയില്ലേ? അപ്പോൾ നോക്കി ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ്, മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണിയിപ്പിച്ച വർഷം. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണിയിപ്പിച്ച വർഷം അല്ലേ? അവിടെ നമ്മുടെ കൊച്ചി കയറി വരുന്നുണ്ട്. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണിയിപ്പിച്ച വർഷം എന്നാണ്? ജൂതപ്പള്ളി പണിയിപ്പിച്ച വർഷം 1500 അല്ലേ? മട്ടാഞ്ചേരി 1568. മട്ടാഞ്ചേരി 500കളിലാണ്. മട്ടാഞ്ചേരി 500ആണ്. 1568. മട്ട 68. 1500. മട്ട ഇഞ്ചയ്ക്കാണ് അവിടെ 5 കൊടുക്കുക. ഇഞ്ചയ്ക്കാണ് നമ്മൾ 5 കൊടുക്കണം. 1568 മട്ടാഞ്ചേരിക്ക് കൊടുക്കുക. ജൂതപ്പള്ളി പണിയെടുപ്പിച്ചത് 1568ലാണ്. ജൂതപ്പള്ളി മട്ടാഞ്ചേരിയിൽ കൊണ്ടുവരിക 1568ലാണ്. വളരെ പുരാതന. ഇപ്പോഴത്തെ ന്യൂസ് ഉണ്ട് എന്താണ്?
പഴയ കെട്ടിടങ്ങളൊക്കെ കൊച്ചിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ, കാലപ്പഴക്കം കൊണ്ടാണ്. 1568 മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണികഴിപ്പിച്ച വർഷം. ഇനി ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ലോക്സഭയിൽ, ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ലേ, ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗം ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് സീറ്റ് സംവരണമുണ്ട് അല്ലേ. അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം ഏത് വരുന്നുണ്ട്? അനുച്ഛേദം 330 അല്ലേ, 330. SC/ST സംവരണം എന്താണ്? 330. 330 SC/ST സംവരണം 330 അല്ലേ. SC/ST സംവരണം എന്താണ്? 330 അല്ലേ. ഇനി ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ, ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആരാണ്? ഇവിടെയുള്ളതിൽ ആൻസർ അതായിരുന്നു. ഇവിടെയുള്ളതിൽ ആൻസർ നമുക്കെന്ന് പറഞ്ഞാൽ പഴയതും ചോദിക്കാമല്ലോ. ദത്തു അല്ലേ, ദത്തായിരുന്നു കൊടുത്തത്. ഇവിടുത്തെ ആൻസർ ദത്തല്ലേ, ദത്തായിരുന്നു. 24 നമുക്കിപ്പോൾ എന്ത് പറയും? 23 കഴിഞ്ഞു, നമുക്ക് എന്ത് പറയാൻ പറ്റും? ആരായിരുന്നു? അല്ല, പല പ്രാവശ്യം കിട്ടുള്ള എസ് മണികുമാർ. നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏതാണ്? ഇവിടെ ആസ്ട്രോസാറ്റ്, എഡ്യൂസാറ്റ്, കോസ്മോസാറ്റ്, ജിസാറ്റ് 15 അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏതാണ്? ആൻസർ ഏതാണ്? ആസ്ട്രോസാറ്റ് അല്ലേ. വാനനിരീക്ഷണ കേന്ദ്രമാണ് ആസ്ട്രോസാറ്റ്. വാനനിരീക്ഷണ കേന്ദ്രമാണിത്, ആസ്ട്രോസാറ്റ്. വാനനിരീക്ഷണ കേന്ദ്രം ആസ്ട്രോസാറ്റ്, ഓർത്തിരിക്കുക. ആസ്ട്രോസാറ്റ് വാനനിരീക്ഷണ കേന്ദ്രമാണ് ആസ്ട്രോസാറ്റ് അല്ലേ. സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ് ശ്രീഹരിക്കോട്ടയിലല്ലേ, ഓർമ്മയുണ്ടല്ലോ ഇല്ല. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് എവിടെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട, അറിയാമല്ലോ അതൊക്കെ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട. ആസ്ട്രോസാറ്റ് ഓർക്കുമ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഓർക്കുക, ശ്രീഹരിക്കോട്ടയെ ഓർത്തിരിക്കുക. ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ആസ്ട്രോസാറ്റ്. നെക്സ്റ്റ്, ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണെന്ന് ചോദിക്കുന്നത് അല്ലേ. മുകളിലേക്ക് വരുന്തോറും ആ വാതകങ്ങളും കുമിള എന്താവുന്നു? വലുതാവുന്നു. ഏതാണ് അതിൻ്റെ നിയമം? ഏത് നിയമമാണ് പറയാൻ പറ്റുക നമുക്ക്? ബോയിൽ നിയമം. ഏതാണത്? ബോയിൽ നിയമം അല്ലേ. ബോയിൽ നിയമം. ഒരു കാര്യം ഓർത്താൽ മതി, ഈ കുളത്തിൻ്റെ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അല്ലേ, സയൻസിൽ ഫിസിക്സൊക്കെ അറിയാവുന്നവരുടെ കാര്യമല്ല, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളം തിളപ്പിക്കുമ്പോൾ അടിയിൽ നിന്നല്ലേ കുമിള ബോയിൽ ചെയ്യുമ്പോൾ മുകളിലേക്ക് വരുന്നു അല്ലേ, കുമിളകൾ വരുന്നില്ലേ, മുകളിലേക്ക് വരുന്നത്. അടിയിൽ നിന്ന് തിളച്ച് നമ്മൾ നോക്കിയാൽ പാനി വെള്ളം വെച്ച് തിളപ്പിക്കുമ്പോൾ അടിയിൽ നിന്ന് തിള വന്നിട്ടില്ലേ, കുമിള വന്നിട്ട് ബോയിൽ ചെയ്യുമ്പോൾ മുകളിലേക്കല്ലേ വരുന്നത്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ഓർക്കുന്നത്, ഇവിടെ അതുപോലെ അടുത്തിട്ട് നിന്നും ഉയർന്നു വരുന്ന വാതകം മുകളിലേക്ക് വലുപ്പം കൂടുന്നില്ലേ, അതിൻ്റെ നിയമം ഏതാണ്? ബോയിൽ നിയമം. ബോയിൽ ചെയ്യുമ്പോൾ മുകളിലേക്ക് കുമിളകൾ വലുതായി വരുന്നു. അങ്ങനെ ചിന്തിച്ച് നോക്കുക, ബോയിൽ നിയമം. നെക്സ്റ്റ്, ആകാശത്തിൻ്റെ നിലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം, നീലനിറത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? വിസരണം. നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം വിസരണമാണ് അല്ലേ. വിസരിക്കുന്നതുകൊണ്ടാണ് അല്ലേ, നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അല്ലേ. വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടങ്ങളിൽ തട്ടി അല്ലേ ഉണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണെന്ത്? വിസരണം അല്ലേ. അതിങ്ങനെ വിസരിച്ചിരിക്കുന്നതാണ് എപ്പോഴും. നിലനിർത്തി വിസരിച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്ത് കാണുന്നത്? പ്രകാശം തട്ടിത്തെറിപ്പിച്ച് വിസരിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? വിസരണമാണ് അല്ലേ. അതുകൊണ്ടാണ് ബ്ലൂ ആയിട്ട് നീലയായിട്ട് കാണുന്നത് അല്ലേ. സമുദ്രം നിലനിർത്തി കാണപ്പെടുന്നതിന് കാരണം എന്താണ്? വിസരണമാണ് അല്ലേ. അതൊക്കെ പറഞ്ഞു തരാണ്. സമുദ്രം ബ്ലൂവിലാണ് കാണുന്നതെന്ന് പറഞ്ഞു തരാണ് CV രാമനാണ്. എല്ലാം സായുടെ ഒരു പ്രശ്നം അല്ലേ. വിസരണം CV രാമൻ, സമുദ്രം. വിസരണം CV രാമൻ, സമുദ്രം. നെക്സ്റ്റ് നോക്കാം. 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും
1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം എത്ര വരുന്നുണ്ട്? എത്രയാണത്? ജലം 301 K ആയിരിക്കും. വെളിച്ചെണ്ണ 302 K ആയിരിക്കും. വെളിച്ചെണ്ണ 302 K. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഫിസിക്സുകാരൊക്കെ ചെയ്ത് നോക്കും. നെക്സ്റ്റ്, വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. പ്രവേഗം അല്ലേ, സ്പീഡ് കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. എങ്ങനെയായിരിക്കും എഴുതുക? ആദ്യം ഏത് വരും? ആരായിരിക്കും ആദ്യം വരിക? ആദ്യം വായു, ജലം, പിന്നെ ഇരുമ്പ് അല്ലേ. വായു, ജലം, ഇരുമ്പ്. ഇവിടെയാണ് വായു, ജലം, ഇരുമ്പ്. വായു, നെക്സ്റ്റ് ജലം, നെക്സ്റ്റ് ഇരുമ്പ് അല്ലേ. അല്ലേ, ശരിയല്ലേ? ഇനി ശബ്ദം ശൂന്യതയിൽ കൂടി പോവാം. നേരത്തെ ഒന്ന് പറഞ്ഞ പോവില്ല അല്ലേ. നെക്സ്റ്റ് നോക്കാം. ഇതൊന്ന് പഠിക്കുക. വായു, ജല, ഇരുമ്പ് എന്ന ഓർഡറിലങ്ങ് പഠിച്ചു വെക്കുക. വായു, ജല, ഇരുമ്പ് എന്ന ഓർഡറിൽ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാമാണ്? ഐസോട്ടോപ്പുകൾ ഈ സാധാരണ പ്രതീകങ്ങൾ കൊടുത്തേക്കുന്നത് യാഥാർത്ഥ്യമല്ല. ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരം വന്നേക്കുന്നത്. നോക്കാം എന്താണ് സംഭവം നോക്കാം. ഐസോട്ടോപ്പ് ഏതൊക്കെയാണ് അല്ലേ? എക്സ് 612, ഇസഡ് 614 അല്ലേ. ഈ ഐസോട്ടോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകത്തിൻ്റെ ആറ്റങ്ങളാണെന്ന് പറയുന്നത് നമ്മൾ ഐസോട്ടോപ്പ് എന്ന് പറയും അല്ലേ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള അല്ലേ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ പറയുന്ന പേരാണ് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ. നമുക്കിത് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ, 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ C6H12O6 ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 3 ഗ്ലൂക്കോസ്. ഇവിടെ 1 6 12 6 അങ്ങനെ 3 എണ്ണത്തിൽ വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും അല്ലേ? 72 എണ്ണം ഉണ്ടാവും. എത്ര എണ്ണം ഉണ്ടാവും? 72 എണ്ണം ഉണ്ടാവുന്നതായിരിക്കും അല്ലേ. ഈ ആറ്റം എന്ന് പറയുമ്പോൾ പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണെന്ത്? ആറ്റം. ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ജോൺ ഡാൾട്ടനാണ് ആറ്റം കണ്ടെത്തിയത്. നെക്സ്റ്റ്, മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? എന്താണ് പറയുന്നത്? പാചകവാതകത്തിലെ പ്രധാന ഘടകം. അത് വേണ്ട, ബാക്കിയൊക്കെ അല്ലേ. പാചകവാതകത്തിലെ പ്രധാന ഘടകം, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ബയോഗ്യാസ്, മാർഷ് ഗ്യാസിലെ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. ഇതെല്ലാം മീഥേൻ്റെ കൂടെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എൻ ഷെല്ലാകുമ്പോൾ എത്ര വരുന്നുണ്ട്? 32. എൻ ഷെല്ലിൽ എത്ര വരിക? 32 ആൻസർ. എൻ ഷെല്ലിൽ 32 അല്ലേ. ഷെല്ലുകൾ ഏതൊക്കെയുണ്ട്? കെ, എൽ അല്ലേ, പിന്നെ MN. KLMN ആണ് നമ്മുടെ ഷെല്ലുകൾ വരിക. ഇവിടെ N വരുന്നത് 32 അല്ലേ. കെയിൽ എത്ര ഉള്ളത്? 2. പിന്നെ എല്ലിൽ എത്ര വരിക? 8. പിന്നെ എമ്മിൽ 18, ഇവിടെ 32. K2, L8, M18, 2, 8, 18, 32 അങ്ങനെയാണ് പഠിച്ചേക്കുന്നത്. 2, 8, 18, 32, 2, 8, 18, 32, 2, 8, 18, 32. KLMN. എപ്പോൾ 2, 8, 18, 32. ഓക്കെ, 2, 8, 18, 32. നെക്സ്റ്റ് വരുന്നത് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. വ്യാവസായികമായി അമോണിയയുടെ കാര്യമാണ് ചോദിച്ചത്. അമോണിയയുടെ കാര്യം പറയുമ്പോൾ ഏതാ ഓർക്കേണ്ടത്? ഹേബറാണ് കേട്ടോ. അമോണിയ ഹേബർ പ്രക്രിയയാണ് അല്ലേ. അതിൻ്റെ സയൻറ്റിസ്റ്റ് ആരാണത്? ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. അമോണിയയ്ക്ക് ജോസഫ് പ്രീസ്റ്റ്ലിയാണ് ഹേബർ പ്രക്രിയ കൊടുക്കുക. ജോസഫ് പ്രീസ്റ്റ്ലിയാണ് ഹേബർ. ജോസഫ് പ്രീസ്റ്റ്ലിയാണെന്ത്? ഹേബർ കൊടുക്കുക. നെക്സ്റ്റ് നോക്കാം. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം എത്രയാണ് വരുന്നത്? അക്ഷാസ്ഥികൂടമാണ് ചോദിച്ചേക്കുന്നത്. 80 ആൻസർ.
അക്ഷാസ്ഥികൂടം അല്ലേ. ആകെ എത്ര എണ്ണം ഉണ്ട് അസ്ഥികൾ? 206 ഉണ്ടല്ലേ. ഈ അക്ഷാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തലയോട്, നട്ടെല്ല്, മാറിലൊക്കെ വരില്ലേ, വാരിയെല്ല് വരുന്ന ഭാഗമില്ലേ, ആ അസ്ഥികൂടങ്ങൾ അത്രയും വരുന്നതാണ് അത് അക്ഷാസ്ഥികൂടം. മുകൾ ഭാഗം ഏകദേശം അല്ലേ, അതാണ് അക്ഷാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ. അവിടുത്തെ എത്ര എണ്ണം ഉണ്ട്? 80 ബാക്കി ഭാഗം തോളല്, ഇടുപ്പല്ലൊക്കെ വരില്ലേ, തോളല്, ഇടുപ്പല്ല്, ബാക്കി നമ്മുടെ തോളിൻ്റെ ഇടുപ്പ്, നടുവിൻ്റെ ഭാഗം, കൈ അസ്ഥികൾ, കാലസ്ഥികളൊക്കെ വരുന്നത് എന്താണ് പറയുന്നത്? അത് അനുബന്ധ അസ്ഥികൂടങ്ങളാണ്. അവിടെ ബാക്കി 126 വരും. 126 അവിടെ വരും. അപ്പോൾ അക്ഷാസ്ഥികൂടം എന്ന് പറയുമ്പോൾ നമ്മുടെ തലയോട്, മുകൾ തലയോടും നട്ടൽ, തലയോട്ടി ആണെന്നുള്ള ഒരു നട്ടിട്ടില്ലേ, തലയോട് നട്ടല്ലേ, താഴെ നിന്ന് ഇങ്ങനെ വരും നട്ടല്ല, സുഷിമ്നയൊക്കെ വരുന്ന ഭാഗം. പിന്നെ നമ്മുടെ മാറില്ല, അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ മതി ആദ്യം അല്ലേ, മാറില്ല അല്ലേ, വാരിയെല്ലുകൾ, ഇത്രയുമാണെന്ത്? അക്ഷാസ്ഥികൂടം. അത് 80 ഉണ്ട്. നമ്മുടെ തോളും അതുപോലെ കയ്യിലും കാലിലും അസ്ഥി എന്താ? അനുബന്ധമായി ചേരുന്ന അനുബന്ധ അസ്ഥികളാണ്. ഇത് മെയിൻ, മറ്റത് അനുബന്ധമുള്ളതാണ്. മെയിൻ അക്ഷം അതാണ്. അവിടെ 80 അല്ലേ. അനുബന്ധമായി വരുന്നത് എത്ര? 126 അനുബന്ധമായി 126. നെക്സ്റ്റ്, വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല, വനങ്ങളില്ല. കോട്ടയം, ആലപ്പുഴ, മലപ്പുറം, എറണാകുളം ആണോ? ആലപ്പുഴ ജില്ല. എറണാകുളത്ത് എന്തുണ്ട്? മംഗളവനം. ആലപ്പുഴ ജില്ല. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് ഏത്? സ്വയം പ്രതിരോധ വൈകല്യം അല്ലേ, വാദപ്പനിയാണ്. റുമാറ്റോയ്ഡ് അല്ലേ, വാദപ്പനി, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയും, വാദപ്പനിയാണ്. നെക്സ്റ്റ്, കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെല്ല് ഗവേഷണ കേന്ദ്രം അത് പട്ടാമ്പിയാണ് അല്ലേ. പട്ടാമ്പി എവിടെ? PKD മീൻസ് പാലക്കാട്. കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പട്ടാമ്പി. ഗവേഷിക്കുന്നതാണ് പട്ടാമ്പിയിൽ. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്? എവിടെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ബാധിക്കുക. ഗോയിറ്റർ അല്ലേ, തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ബാധിക്കുക. അവിടുത്തെ ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ എന്ന ഹോർമോൺ അല്ലേ, അതിൻ്റെ ഇല്ലാതെ വരുമ്പോൾ അല്ലേ, അനിയന്ത്രിതമായി തൈറോയ്ഡ് ഗ്രന്ഥി വീർത്തു വരുന്നതാണ് എന്ത്? ഗോയിറ്റർ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ്? മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? കാരുണ്യം എന്നാണ് കേട്ടോ. കാരുണ്യമാണ്. പലയിടത്തും പല അവാർഡുകളും കാരുണ്യ പദ്ധതിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഇനി സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി എന്താണ്? സുകൃതം ആണോ. ഇനി നമ്മുടെ അക്ഷയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്താ? IT അല്ലേ, IT മിഷൻ സാക്ഷരത, കമ്പ്യൂട്ടർ സാക്ഷരതയാണ് അക്ഷയ. നെക്സ്റ്റ്, വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡയോക്സൈഡ് CO2 അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം. വനനശീകരണം, വ്യവസായവൽക്കരണം മൂലം CO2 കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നു, ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം എന്താണ്? എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് അല്ലേ? എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക? അറിയാമല്ലോ. ചൂട് കൂടുമ്പം ആഗോളതാപനം അല്ലേ. ചൂട് കൂടുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ ചൂട് കൂടുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? ആഗോളതാപനമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇനി വേറൊരു പേര് പറയത്തില്ലേ, എന്താണ്? ഹരിതഗ്രഹപ്രഭാവം എന്നൊക്കെ പറയില്ലേ. എന്താ സംഭവം അത്? അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ അല്ലേ, അത് ആഗിരണം ചെയ്യുന്ന താപത്തിൻ്റെ അളവും കൂടും. അങ്ങനെ അന്തരീക്ഷം ചൂട് പിടിക്കും. ആ പ്രതിഭാസമാണെന്ത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലേ, ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്ന സംഭവം അതാണ്. ഇനി ഇവിടെ ആഗോളതാപനത്തിന് കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല, മറ്റു ചില കാരണം കൂടിയുണ്ട്. ഏതൊക്കെയാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലേ, മീഥെയിനും ഒക്കെയുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബണും മീഥെയിൻ അല്ലേ, CH4 ഒക്കെയുണ്ട്. എന്തിന്? ആഗോളതാപനത്തിന് കാരണം CO2 ചൂട് കൂടാൻ. നെക്സ്റ്റ്, ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഓങ്കോളജി എന്ന് പറയുമ്പോൾ അത് ക്യാൻസറാണ്. ഓങ്കോളജി എന്താണ്? ക്യാൻസർ അല്ലേ. ഓങ്കോളജി ക്യാൻസർ. ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം കാർഡിയോളജി. ഡെർമറ്റോളജി എന്താണ്? ത്വക്ക് അല്ലേ. ന്യൂറോളജി നാഡികൾ. നെഫ്രോൺസ് കിഡ്നി നെഫ്രോളജി അല്ലേ. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ.
നെക്സ്റ്റ് വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗം എന്താണ്? വിറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗം, വിറ്റമിൻ ഡി. സിറോഫ്താൽമിയ, മരാസ്മസ്, കണ, ക്വാഷിയോക്കർ. വിറ്റമിൻ ഡി അപര്യാപ്തത ഏതാണ്? കണാരോഗം. വിറ്റമിൻ ഡി കണാരോഗം അല്ലേ. സിറോഫ്താൽമിയ ഏതാണ്? വിറ്റമിൻ എ ആണ് അല്ലേ. മരാസ്മസ് എന്ന് പറയുമ്പോൾ എന്താ? ഇത് രണ്ടും എന്താണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് അല്ലേ, പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. ഇനി മലമ്പനിക്ക് കാരണമായ രോഗകാരി, മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? മലമ്പനിക്ക് കാരണമായ രോഗകാരി ഇവിടെ കൊടുത്തേക്കുന്നതിൽ പ്ലാസ്മോഡിയം അല്ലേ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം. മലമ്പനിക്ക് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയമാണ് രോഗകാരി അല്ലേ. മലമ്പനി ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഫാൽസിപ്പാരം മലമ്പനി, വൈവാക്സിന് പകരം പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഉണ്ട്. അത് ഇച്ചിരി മാരകമായതാണ്. സാധാരണ പ്ലാസ്മോഡിയം വൈവാക്സ്. ഇനിയുള്ളത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 340. അതിൽ തന്നെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 95 ശ്രേണിയിലെ ആദ്യ പദം ഏതാണ്? ആൻസർ എന്ത് വരും? അവിടെ ഇക്വേഷനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ n/2 × 2a + n-1d എന്ന ഇക്വേഷനൊക്കെ ഇല്ലേ? എങ്ങനെ ഇക്വേഷൻ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. n/2 × 2a + n-1 × d ഇട്ട് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടുന്നുണ്ട്? ആദ്യ പദം അവസാന പദം ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. ഏതാണത്? ആൻസർ എന്ത് വരുന്നുണ്ട്? ആൻസർ 7 ആണ്. ഇനി നോക്കാം. നെക്സ്റ്റ് 52 അല്ലേ. 52ൻ്റെ ആൻസർ എന്താ വന്നിരിക്കുന്നത്? 5⁻90. 53 എന്ന് പറയുമ്പോൾ 35 ആണ് ആൻസർ. 54ൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ സി വരാം. 56, 55 നോക്കാം. 55 എന്ന് പറയുമ്പോൾ ഇതിൻ്റെത് കണക്കല്ലേ, 25 ആണ് ഇവിടുത്തെ ആൻസർ. അത് ചെയ്ത് നോക്കണം. 56ൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ റേഷ്യോസാണ്. 3:2 അംശബന്ധം, വേഗതയുടെ അംശബന്ധം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 20, 15, 12 വരുന്നുണ്ട്. 57ൻ്റെ ആൻസർ 27. 58ൻ്റെ ആൻസർ 59ൻ്റെ ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ട് നോക്കിയിട്ടുള്ളതാണ്. 60 എന്ന് പറയുമ്പോൾ 5/3 ആണ്. 61 എന്ന് പറയും 340. ഒറ്റയാനെ കണ്ടെത്തുക. 340 ആണ്. ഇത് ഡിലീറ്റ് ആണ് ക്വസ്റ്റ്യൻസ്. 63 എന്ന് പറയുമ്പോൾ വരുന്നത് 768 ആണ്. 64ൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതും ഏകദേശം വളരെ ബുദ്ധിമുട്ടാണ്. 65 ഡിലീറ്റ് ആക്കി. 67 എന്ന് പറയുമ്പോൾ 66 എന്ന് പറയുമ്പോൾ അത് പറ്റും. 210 നമുക്ക് കിട്ടുന്നുണ്ട്. 67 എന്ന് പറയുമ്പോൾ അതും ഡിലീറ്റ് ആക്കി. കുറേയധികം തെറ്റുകളും ഉണ്ട് ക്വസ്റ്റിനകത്ത്. 68 എന്ന് പറയുമ്പോൾ വട്ടം വരച്ച് ചെയ്യുക അല്ലേ. ഇങ്ങനെ വട്ടം വരച്ച ആളിന് ABC ഇട്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. 68 ആൻസർ ഡി ആണ്. 69 എന്ന് പറയുമ്പോൾ 70 ആണ്. 69 കഴിഞ്ഞില്ലേ. 70 നോക്കാം നമുക്കിനി. 70യുടെ ആൻസർ ഇവിടെ അച്ഛനത് കിട്ടും. നെക്സ്റ്റ് നോക്കാം. ഇംഗ്ലീഷിൽ ഷട്ട് ദ ഡോർ ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്. ഷട്ട് ദ ഡോർ എന്ന് പറയുമ്പോൾ ഏതാണ്? എക്സ്ക്ലമേറ്ററി ആണോ, അസേർട്ടീവ് സെൻറ്റൻസ് ആണോ, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണോ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണോ? ഷട്ട് ദ ഡോർ എന്ന് പറയുമ്പോൾ ഏത് ആൻസർ? ഏത് വരുന്നുണ്ട്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് അല്ലേ. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് ഷട്ട് ദ ഡോർ. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് അല്ലേ. അസേർട്ടീവ് സെൻറ്റൻസ് ഉണ്ട്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉണ്ട് അല്ലേ. എന്താ പറയുക ഇവിടുത്തെ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഒരു കമാൻഡ് അല്ലേ, റിക്വസ്റ്റ് അല്ലേ, ഒരു ഓർഡർ അല്ലേ, അല്ല വിഷ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മൾ പ്ലീസ് ഗീവ് മീ എന്നൊക്കെ പറയുന്നതും ചൂസ് ദ കാർ എന്ന് പറയുന്നതൊക്കെ, ക്ലോസ് ദ ഡോർ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന കമാൻഡ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. കമാൻഡ് ചെയ്യുന്ന ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ് വൺ, ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആൻ ഓയിൻമെൻറ്റ്, ദ പേഷ്യൻറ്റ് ഡാഷ് ഇറ്റ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ. ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആൻ ഓയിൻമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്തു,
ദ പേഷ്യൻ്റ് ഡാഷ് ഇറ്റ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ. പേഷ്യൻ്റ് അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്ലൈ ചെയ്തു അല്ലേ, പേഷ്യൻ്റ് അപ്ലൈ ചെയ്തു. അരുൺസ് ഫാദേഴ്സ് എൽഡസ്റ്റ് ബ്രദർ ഈസ് ഹിസ് ഫേവറിറ്റ് ആരാണ്? ഫേവറിറ്റ് അങ്കിൾ. ക്യാൻ യു ലെൻഡ് മീ എ പെൻ പ്ലീസ്? ക്യാൻ യു ലെൻഡ് മീ എ പെൻ പ്ലീസ്? യെസ് യു ക്യാൻ. യെസ് യു ക്യാൻ. ഓക്കെ. ദ സ്പീക്കർ drew the attention of the audience dash the burning issues. The speaker drew the attention of the audienceൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് dash the burning issues, പുതിയ ബേണിംഗ് ഇഷ്യൂസ് ഇട്ട് കൊടുത്തു അല്ലേ. ടു ദി ഓഡിയൻസ് ടു ദി ബേണിംഗ് ഇഷ്യൂസ്, ഓഡിയൻസ് ടു ദി ബേണിംഗ് ഇഷ്യൂസ് ഇട്ട് കൊടുത്തു അവർക്ക് എന്ത് പുതിയ പുതിയ തീ പാറുന്ന ഇഷ്യൂസ് അല്ലെ, തീ പാറുന്ന കാര്യങ്ങൾ. വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ് ഈസ്, വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ് ഈസ് എന്താ പറയുക? സോംന അല്ലേ, ഏത് വരുന്നത്? സോംനാബുലിസ്റ്റ് അല്ല, ഓപ്ഷൻ ഡി ആണ്. സോംനി ലൂക്കൻറ്റ് ഇതല്ല, ഇതല്ല വരിക, സോംനി ലൂക്കൻ്റ് ആണ്. വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ് സംസാരിക്കുന്ന ലോക്കൻ്റ് ആണ് വരിക, ആണ് വരിക. സോംനാബുലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? വോക്സ് ഇൻ സ്ലീപ്പാണ്, വോക്സ് ഇൻ സ്ലീപ്പാണ് സോംനാബുലിസ്റ്റ്. ഇത് ലോക്കൻ്റ് എന്താണ്? ലോക്കൻ്റ് എന്താണ്? അത് ടോക്സ് ആണ്. ഇനി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ആഫ്റ്റർ വി ഡാഷ് ഫോർ അബൌട്ട് ആൻ അവർ എന്താണ് വരിക? ഹാഡ് പ്ലേഡ്. ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ആഫ്റ്റർ വി ഹാഡ് പ്ലേഡ് ഫോർ ആൻ അവർ അല്ലേ. നെക്സ്റ്റ് വൺ, ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇഫ് ഹി ഡാഷ് എനഫ് മണി. ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് if he dash enough money. He would not have failed if he dash enough money. ഏതാണ് വരിക? ഹാഡ്. if he had enough money. ഫെയിൽ ചെയ്യത്തില്ല മതിയായ പണം ഉണ്ടെങ്കിൽ. നെക്സ്റ്റ്, എ ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ദ റിച്ച്. എന്താ പറയുക? ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ദ റിച്ച് നമ്മളിതിനെന്താണ് പറയുക? പ്ലൂട്ടോക്രാസി എന്നാണ് പറയുക. പ്ലൂട്ടോക്രാസി. മറ്റേത് ഗവൺമെൻറ് ദ ഫ്യൂ. പ്ലൂട്ടോക്രസി ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ദ റിച്ച് അല്ലേ. അരിസ്റ്റോക്രസി എന്ന് പറയുമ്പോൾ എന്താ? ഗവൺമെൻറ് ബൈ ദി നോബിൾസ് ആണ്. അരിസ്റ്റോക്രസി. ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഗവൺമെൻറ് ബൈ ദി ഫ്യൂ ആണ് ഒളിഗാർക്കി. ഗവൺമെൻറ് ബൈ ദി ഫ്യൂ ആണ് ഒളിഗാർക്കി. ഡെമോക്രസി അറിയാം, ഗവൺമെൻറ് ഫോർ ആൻഡ് ബൈ ദി പീപ്പിൾ അല്ലേ, ഓഫ് ഫോർ ആൻഡ് ബൈ ദി പീപ്പിൾ. ഓക്കെ അല്ലേ. അരിസ്റ്റോക്രസി നോബിൾസ് ആണ്. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗിൻ്റെ കറക്റ്റ് മീനിങ് കൊടുക്കുക. എന്താണ് ബിഗ് ബഗ് എന്ന് പറയുന്നത്? എന്താണ്? എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് എൻ്റെ. എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ബിഗ് ബഗ്, എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. അടുത്തത്, ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഗിവൺ ബിലോ ഏതാണ്? കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഏതാണ്? ഫസ്റ്റ് വൺ നോക്കാം. ഡിസ്ക്രിമിനേഷൻ അല്ലേ. ഡിസ്ക്രിമിനേഷൻ. ദ ഓപ്പോസിറ്റ് ഓഫ് ദി ഇന്നസെൻറ്റ് അറിയാം എന്താണ്? ഗിൽറ്റി. GUILTY ഗിൽറ്റി ആണ് ഓപ്പോസിറ്റ് ഓഫ് ഇതിൻ്റെ. ദ റൈഡർ ഡാഷ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി. അവിടെ ഓപ്ഷൻസിൽ റോഡ്, ROD ഉണ്ട്, ROD അല്ലേ, RODE ഉണ്ട്, ROD ഉണ്ട്, ROAD ഉണ്ട്, റിഡ് ഉണ്ട്. ദ റൈഡർ എന്താ ചെയ്യുന്നതെന്നുള്ള ചോദ്യം. റൈഡർ എന്ന് പറയുമ്പോൾ RODE ആണ് വരിക. ദ റൈഡർ റോഡ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി അല്ലേ. ഈ ROAD നമുക്കറിയാം പാത അല്ലേ. ROD എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദണ്ട് അല്ലേ, കമ്പ്, ഒരു ദണ്ട്, റോഡ് ദണ്ടെന്ന് പറയും. അതുപോലെ റിഡ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. RODE എന്ന് പറയുമ്പോൾ എന്താണ്? ഓടിച്ചു പോലെ. ദ റൈഡർ ഓടിച്ചു. റോഡ് ഹിസ് ഹോഴ്സ് ഓടിച്ചു. ഇതാണ് ആൻസർ, ഓടിച്ചു. വൺ ഓഫ് ദി മെൻ ഡാഷ് റീച്ച് ദ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. അവിടെ എന്താ ആൻസർ വരിക? വൺ ഓഫ് ദി മെൻ ഹാസ്
വൺ ഓഫ് ദി മെൻ ഹാസ് അല്ലേ. വൺ ഓഫ് ദി ശേഷം വരുന്നതൊക്കെ എന്തായിരിക്കണം? നൗണ് പ്ലൂറലായിരിക്കണം, വെർബ് എങ്ങനെ സിംഗുലർ ആയിരിക്കണം അല്ലേ. നൗണ് പ്ലൂറലും വെർബ് സിംഗുലർ ആയിരിക്കും. എങ്ങനെ വരുമ്പോഴേ വൺ ഓഫ് കഴിഞ്ഞ ശേഷം അല്ലേ. സോ ദേർ ഈസ് എന്താ വന്നത്? ഹാസ് അല്ലേ. വൺ ഓഫ് ദി മെൻ ഹാസ് റീച്ച്ഡ്. നൗൺ പ്ലൂറൽ വന്നു, വെർബ് ഹാസ് അല്ലേ. ഹാസ് റീച്ച്ഡ് ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ. ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക് എന്ന് പറയുമ്പോൾ അല്ലേ, ഇവിടെ ഹാസിലെ ഓക്സിലറി വെർബ് ഹാസ് ഉണ്ട്, നോട്ടുണ്ടോ? നോട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏത് വരും? ഫസ്റ്റ് ഷീ ഉണ്ട് അല്ലേ. അപ്പോൾ ഹാസിൻ്റെ ഏതാ വരിക? ഹാസിൻ്റെ ഷീ വന്നു. ഓക്കെ അല്ലേ. ഹി ഓർഡേർഡ് ഹിസ് സെർവൻറ്റ് അതിനെ മാറ്റി എഴുതണം. ഹി ഓർഡേർഡ് ഹിസ് സെർവൻറ്റ് എങ്ങനെയാക്കി എഴുതാം? ഹി ഓർഡേർഡ് ഹിസ് സെർവൻറ്റ്. എന്താണ് ആൻസർ വരിക? ആൻസർ ടു ഗോ ഹോം. എന്ത് ചെയ്തു? ടു ഗോ ഹോം വീട്ടിൽ പോകാം അല്ലേ. ടു ഗോ ഹോം നോക്കാം. ദാറ്റ് ഹി ഗോ ഹോം ഒക്കെ ഉണ്ടല്ലേ. അവിടെ ടു ഗോ ഹോം, ഓർഡേർഡ് ഹിസ് സെർവൻറ്റ് ടു ഗോ ഹോം. ഇനി ദ ലീവ്സ് ഡാഷ് ആസ് ദി വിൻഡ് ബ്ലൂ. ഏതാണ് വരുന്നത്? ദ ലീവ്സ് റസ്റ്റിൽഡ് അല്ലേ. റസ്റ്റിൽഡ് ആസ് ദി വിൻഡ് ബ്ലൂ. അത് ലീവ്സിൻ്റെയാണ് റസ്റ്റിൽഡ് കൊടുക്കുക, ലീവ്സിൻ്റെ അല്ലേ. ഡോറാണെങ്കിൽ ബാങ് ചെയ്യാമെന്നാണ് പറയുക, ഡ്രം ചെയ്യുക കേട്ടോ. ഡോറാണേ ബാങ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഈ ലീവ്സ് റസ്റ്റിൽഡ് കേട്ടോ. ലീവ്സ് റസ്റ്റിൽഡ് ആസ് ദി വിൻഡ് വിൻഡ് പോകുന്നതനുസരിച്ച് ലീവ്സ് ഇങ്ങനെ മരം പോലെ അനങ്ങുന്നു, റസ്റ്റിൽ ചെയ്തു. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 in the. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 in. ഇങ്ങനെ പറയുക. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 in the. എവിടെയാണ്? ഇൻ ദി ബുഷാണ് ആൻസർ. എവിടെയാണത്? ഇൻ ദി ബുഷ് അല്ലേ. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, അതാണ് ചൊല്ല്. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ അല്ലേ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മെൻ അല്ലേ. ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചർ. അതൊക്കെ കുറേ ഉണ്ട്, പോട്ടെ. അപ്പോൾ ഇനി ദ മാരേജ് പാർട്ടി ഡാഷ് അറ്റ് ഡോൺ എന്ന് പറയുമ്പോൾ ഏത് വരുന്നുണ്ട്? സെറ്റ് ഓഫ്. നെക്സ്റ്റ്, ദ പ്രസിഡൻറ്റ് വാസ് സ്പെഷ്യലി ഹാപ്പി ടു വിസിറ്റ് ദ സ്കൂൾ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഏതാണ് സംഭവം? അൽമ മാറ്റർ. അതാണ് എൻ്റെ ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അമ്മ കുഞ്ഞിന് അപ്പം കൊടുത്തു. അടിവരയിട്ട പദം ഏത് വിഭക്തിയിൽപ്പെടുന്നു? അമ്മ കുഞ്ഞിന് അല്ലേ. അവിടെ അതിൻ്റെ ഇതില്ല എന്നുള്ളതാണ്, വിഭക്തിയില്ലല്ലേ. വിഭക്തി, പ്രതിഗ്രാഹിക ഏതൊക്കെയാണ് വരുന്നത്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജികയുണ്ട്, പ്രയോജിക, സംബന്ധിക, ആധാരിക ഉണ്ടല്ലേ. ഇവിടെ കുഞ്ഞിനെന്ന് പറയുമ്പോൾ അല്ലേ, നിർദ്ദേശിക പ്രത്യേകം ഇല്ല, പ്രതിഗ്രാഹിക എന്നൊക്കെ പറയും. അവിടെ കുഞ്ഞിന് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക വരാം അല്ലേ. അവിടെ പക്ഷേ ഇല്ല, ഉദ്ദേശിക വരാം. ഉദ്ദേശികയാണ്. നെക്സ്റ്റ്, സന്ധി നിർണ്ണയിക്കുക. കൃക് പ്ലസ് വേദ ഋഗ്വേദ. സന്ധി ഏതാണ്? ആദേശസന്ധിയാണ് ആൻസർ. ഋഗ്വേദം ആദേശസന്ധി. പൈതാഹം എന്നതിൻ്റെ പര്യായം, പൈതാഹത്തിൻ്റെ പര്യായം, പൈതാഹം എന്താ പറയുക നമുക്ക്? പൈതാഹം പശുവിൻ്റെ ആണോ? വിശപ്പും ദാഹവുമാണ് എന്ത്? പൈതാഹം അല്ലേ. തെറ്റ. വിശപ്പും ദാഹവുമാണ് പൈതാഹം. നിലാവിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? നിലാവിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? പനിമതി. നെക്സ്റ്റ്, അംബികാസുധൻ മങ്ങാടിൻ്റെ എൻ മകൻ ജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഇവിടെ നീലകണ്ഠൻ. പ്രധാന കഥാപാത്രം നീലകണ്ഠൻ. അടുത്ത നോക്കാം. മഹാശ്വര ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം. മഹാശ്വര ദേവി 96. മഹാശ്വര ദേവി 96. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. മാലി ആരാണ്? മാധവൻ നായരാണ് മാലി അല്ലേ. ഉറൂബ് എന്ന് പറയുമ്പോൾ ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ അല്ലേ.
PC കുട്ടിക്കൃഷ്ണൻ. നെക്സ്റ്റ് തന്നിരിക്കുന്ന വാക്കിൽ തെറ്റായ ഭാഗം ഏതാണ്? തെറ്റായ ഭാഗം ഏതാണ് ആൻസർ വരുന്നത്? തെറ്റായ ഭാഗം ഇവിടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്, ഓരോ കുട്ടികളും. 99. There is a little water in the new well. There is a little water in the new well. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല. 17 രണ്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. അവിടെ എന്താ വരിക? ഹാസ്യം അല്ലേ? രഹസ്യം പുറത്ത് അറിയിക്കുക, രഹസ്യം പുറത്തറിയിക്കുക. ഓക്കെ, സോ ലെറ്റ് സി. വീണ്ടും നമുക്ക് കാണാൻ പറ്റും. വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ഓഫ് യു നന്നായി പഠിക്കണം. ഓക്കെ.